ഇന്ന് ഈ മോർണിംഗ് സെഷനിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻ അല്ലെങ്കിൽ ഏറ്റവും എൻഗേജിങ് ആയിട്ടുള്ള ഒരു സെഷൻ ഞാൻ ഉൾപ്പെടുന്ന ഈ പാനൽ ഡിസ്കഷൻ ആയിരിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു സെഷൻ ആരംഭിക്കുന്നത്. സോ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നമ്മുടെ പാനലിസ്റ്റ് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് സാലിം മുഹമ്മദ്, CEO ഡിഫൈൻ ഡിജിറ്റൽ സൊല്യൂഷൻസ്, ഒരു IT മാർക്കറ്റിംഗ് ബ്രാൻഡിംഗ് ഫേമാണ്. നെക്സ്റ്റ്, നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ മുഹമ്മദ് മുസ്തഫ എന്ന് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യതയുള്ളത് സുനീർ മീഡിയ എന്നുള്ള പേരിലാണ് പുള്ളി സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത്. യെസ്, ഹി ഈസ് വൺ ഓഫ് ദ ഫേമസ് ഇൻഫ്ലുവൻസർ ആൻഡ് ആൾസോ ആൻ ആർക്കിടെക്ട് കൺസൾട്ടന്റ്. യെസ്, വെൽക്കം Mustafa sir. And next, I would like to invite Jerry Altarju, yes, co-founder of Colo App. Colo App-നെ കുറിച്ചും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാനാണ് ഏറ്റവും സാധ്യത. കാരണം നമ്മുടെ റൈറ്റ് ഓഡിയൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്, കൺസ്ട്രക്ഷൻ സെഗ്മെന്റിലെ ആളുകൾ മാത്രം ഇരിക്കുന്ന. യെസ്, ടേക്ക് യുവർ സീറ്റ് സർ. യെസ്, താങ്ക് യു. സോ ഈ ഡിസ്കഷനിൽ നമ്മൾ പോകുന്ന രീതി, ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ബേസിക് പോയിന്റ്സ് ഞാൻ ഈ പാനൽസിനോട് സംസാരിക്കുകയും അതിനുള്ള അവരുടെ മറുപടിക്ക് ശേഷം നിങ്ങളിൽ ആർക്കെങ്കിലും ഇവരുമായി സംവദിക്കാൻ ഏറ്റവും മനോഹരമായി നല്ല നല്ല ക്വസ്റ്റ്യൻസ്, നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം കൂടി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. ഐ എം സ്റ്റാർട്ടിങ് ഫ്രം സുനീർ ഭായ്. ഞാൻ സുനീർ മീഡിയ ആയതുകൊണ്ട് സുനീർ ഭായ് എന്നാണ് വിളിക്കുന്നത്, കുറച്ചുകൂടി കൺവീനിയന്റ് ആവാൻ വേണ്ടിയിട്ട്. സുനീർ ഭായ്, ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഡിസ്കഷനിൽ വന്ന പോയിന്റ്സ്. ഏറ്റവും ആദ്യം, ഇപ്പോൾ ബിൽഡിംഗ് റിപ്പയർസ്, എസ്പെഷ്യലി വലിയ വലിയ പ്രൊജക്റ്റുകളാണെങ്കിൽ, ലക്ഷറി റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ, ഇതിലൊക്കെ റിപ്പയറിന്റെ കാര്യം വരുമ്പോൾ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഇഷ്യൂസ് വരാറുണ്ട്. ആ സമയത്ത് അതിനെ ആസ് എ കൺസ്ട്രക്ഷൻ കൺസൾട്ടന്റ്, കൺസ്ട്രക്ഷൻ സൈറ്റിൽ വരുന്ന ഇഷ്യൂസിനെ എന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചതിന്. വളരെ വലിയൊരു ക്രൗഡാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഡാം ഷുവർ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഭയങ്കര വിശ്വാസമുള്ളൊരു സംഗതിയാണ്. ശരിക്കും ആദ്യം എന്നെ വിളിക്കുന്നത് നമ്മുടെ മുനവർ സാറാണ്. ഡാം ഷുവറിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ അതങ്ങനെ കുറേ ടൈം പെൻഡിങ് വെച്ചു. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതിനകത്ത് നിലനിൽക്കണമെങ്കിൽ എപ്പോഴും ഒരു ട്രസ്റ്റ് വേണം. ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും ഡാം ഷുവറിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്തിട്ട് ഒരിക്കലും എന്നെ മോശം പറയാൻ പാടില്ല. ഇപ്പൊ ഏകദേശം ഒരു 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് അടുത്തേക്ക് യൂട്യൂബിലാവാൻ പോകുന്നു. അപ്പം അതങ്ങനെ നിലനിന്ന് പോകുന്നത് ആ ഒരു ട്രസ്റ്റാണ്. ശരിക്കും എല്ലാവർക്കും അറിയാം, പല ബ്രാൻഡുകളും നല്ല രീതിയിൽ ക്യാഷ് ഓഫർ ചെയ്തിട്ടാണ് ഇത്തരം പ്രോഡക്റ്റുകൾ അതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ ശരിക്കും ആ ഒരു ക്യാഷ് മാത്രം മോഹിച്ചിട്ട് ഇത്തരം വീഡിയോസ് ചെയ്തു തുടങ്ങിയാൽ അധിക കാലമൊന്നും ഇതിനകത്ത് നിലനിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡാം ഷുവറിനെ കുറിച്ച് ഞാൻ ഏകദേശം നല്ല രീതിയിൽ പഠിച്ചു. എന്നിട്ട് നമ്മുടെ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട്, നേരത്തെ ഇവിടെ പല പ്രാവശ്യം പറഞ്ഞു, വിഷ്വൽ കാണിച്ചു. അതുപോലെ തന്നെ ISRO, തിരുവനന്തപുരത്തിന്റെ അഭിമാനമായ നമ്മുടെ സ്കൈലൈൻ ബിൽഡേഴ്സ്, ഇതൊക്കെ ഡാം ഷുവർ ചെയ്തു. ഞാൻ പോയി കണ്ടു. സ്കൈലൈൻ്റെ അവിടെ ഉള്ള താമസിക്കുന്ന ആളുകളുമായിട്ട് സംസാരിച്ചു. അവരുടെയൊക്കെ നല്ല അഭിപ്രായം. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ഇതുപോലെ വാട്ടർ പ്രൂഫ് ചെയ്യണമെങ്കിൽ അവർ വെറുതെ ഒന്നും എടുത്തു തരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ഡാം ഷുവറിന്റെ ഒരു വീഡിയോ ചെയ്യുന്നത്. അന്ന് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഏകദേശം ഒരു 30-35 മിനിറ്റ് നമ്മൾ ആ വീഡിയോ പബ്ലിഷ് ചെയ്തു. ഷൂട്ട് ചെയ്തത് 1 മണിക്കൂറിലേറെ. ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ട്. ഞാൻ ആസിന്റെ അടുക്കൽ പറയുകയും ചെയ്തിട്ടുണ്ട്, ഇത് ആര് കാണും, ഇത്രയും ലോങ് ലെങ്ത് ഒരു വീഡിയോ ഉറക്കം വരും കണ്ടാല്, സത്യം പറഞ്ഞാല്. പക്ഷെ ആ വീഡിയോ
ഒരു പ്രശ്നം വരുമ്പോഴാണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോ സെർച്ച് ചെയ്യാറുള്ളത്. വീട്ടിൽ ഒരു ലീക്കേജ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡാംനെസ് വരുമ്പോഴോ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഇത്തരത്തിലൊരു വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് 30 മണിക്കൂറാണെങ്കിലും അവരത് കൃത്യമായിട്ട് കാണും. അത് തന്നെയായിരുന്നു നമ്മുടെ ആ വീഡിയോയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ ആ പല സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടനവധി ഭാഗങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള കോളുകൾ വരാറുണ്ട്. മെയിനായിട്ട് ഇത്തരത്തിലുള്ള സ്ട്രക്ചറൽ ഇഷ്യൂസ് ഇങ്ങനെ വരുന്ന സമയത്ത് ആദ്യം തന്നെ മിക്കവാറും ഇപ്പോൾ വാട്സപ്പിലൂടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അയക്കുക. ചില ഇഷ്യൂസ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പൊ അതിന് നമുക്കത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രം അതിന് ആൻസർ ചെയ്യാറാണ് പതിവ്. സൊല്യൂഷൻ അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന് പറയും. എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് അറിയണം എന്നില്ല. പോയി നോക്കിയാൽ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ കുറച്ചുകൂടി അത് എക്സ്പെർട്സിന്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യാൻ പറയും. കാര്യം വീട് എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമാണ്. ഒരു മനുഷ്യന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കൽ മാത്രം വെക്കാൻ പറ്റുന്ന ചില ആളുകളുണ്ട് കേട്ടോ, ഒന്നിലധികം വീടുകൾ വെക്കുന്നത്. എന്നാലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഭാര്യയും കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ചിറങ്ങാൻ ഒരു മരത്തണലായാലും മതി. അതിനും പറയുന്ന പേര് വീട് എന്ന് തന്നെയാണ്. അപ്പൊ അത്രയും സ്വരുക്കൂട്ടി വെച്ചിട്ടാണ് ഓരോരുത്തരും ഒരു വീട് നിർമ്മിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് മിക്കവാറും ഉള്ള കുറെ പ്രൊഫഷണൽസ് ആയിരിക്കും. എന്നാലും സാധാരണക്കാരായ ആളുകൾ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അതിന്റെ ഡ്രോയിങ് തന്നെയാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഡ്രോയിങ് ആണ്. ഇന്നും 50 ലക്ഷം രൂപ മുടക്കി വീട് വെക്കുന്ന ഒരു മലയാളിക്ക് ഒരു 10-15,000 രൂപയോ മുടക്കിയിട്ട് ഒരു ഡ്രോയിങ് ചെയ്യാൻ മടിയാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ മടിയാണ്. പല ആളുകളും നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുന്നത് 3 ബെഡ്റൂമിന്റെ പ്ലാൻ ഉണ്ടോ, 2 ബെഡ്റൂമിന്റെ പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ നല്ലൊരു എലിവേഷൻ ഉണ്ടോ? ശരിക്കും ഇങ്ങനെ ഒരു പ്ലാനോ എലിവേഷനോ നിങ്ങൾക്ക് കിട്ടിയിട്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനമില്ല. കാര്യം നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലോട്ട് ഡിഫറെന്റ് ഷേപ്പിലായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കുറെ സെറ്റ് ബാക്ക് റൂൾ ഉണ്ട്. ഫ്രണ്ട് ഇത്ര വിടണം, ബാക്ക് ഇത്ര വിടണം, ആ ഒരു സെറ്റ് ബാക്ക്. അപ്പം ഒരു 5 സെന്റിലുള്ള വീട് പ്ലോട്ട് ഉള്ള ഒരാൾക്ക് ഞാൻ ചെയ്ത 7 സെന്റിലെ പ്ലാൻ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അതുപോലെ തന്നെ വാസ്തു എന്ന് പറയുന്ന ഒരു സംഭവം, അതിലേക്ക് തന്നെ മെയിൻ ആയിട്ട് വാസ്തുവോടെ നിൽക്കട്ടെ. ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമുക്ക് വെളിച്ചം, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കാറ്റിന്റെ ഗതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒരു സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുന്നത്. ഇതിലേക്ക് തന്നെ നമ്മൾ പ്ലാൻ പല ആളുകളും വരപ്പിക്കും. അതിനും ശേഷം ചെയ്യുന്ന ഒരു മണ്ടത്തരം, ഇതിന്റെ ഒരു 5-6 കോപ്പി എടുത്തിട്ട് സമീപത്തുള്ള ഒരു 4-5 ബിൽഡേഴ്സിനെയോ കോൺട്രാക്ടേഴ്സിനെയോ ഏൽപ്പിച്ചിട്ട് അതിൽ ഏറ്റവും കുറച്ച് ആരാണോ റേറ്റ് പറയുന്നത് അവരെ കൊണ്ടിട്ടാണ് ഈ വർക്ക് ചെയ്യിക്കുക. അതിപ്പോ ഈ ലോകത്ത് ആരും ആർക്കും ഒന്ന് ചുമ്മാ കൊടുക്കില്ല. ഞാനൊരു ബിൽഡിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് 1-1.5 വർഷം കൊണ്ട് ബിൽഡിംഗ് ചെയ്യുന്നത് ഞാൻ പുണ്യം കിട്ടാനൊന്നുമല്ല, എന്റെ കാര്യങ്ങൾ ഇതിൽ നിന്നാണ് നടക്കുന്നത്. അപ്പം ഞാൻ ഇതിന്റെ ഒരു പ്രോഫിറ്റ് എടുക്കും. അപ്പം വർക്കിന് വേണ്ടിയിട്ട് ഈ പ്രോഫിറ്റ് കുറച്ചാല് പിന്നെ ഞാൻ ചെയ്യുന്നത് മെറ്റീരിയലിന് കള്ളം കാണിക്കുക എന്നുള്ളതാണ്. ഒരു എഗ്രിമെന്റ് എഴുതും. ഇപ്പം കോൺക്രീറ്റിന്റെ സമയത്ത് കോൺക്രീറ്റിന്റെ റേഷ്യോ M20 ആണ്, അല്ലെങ്കിൽ M50 ആണ്, M25 ആണ്. ഇത് ആർക്കറിയാം എന്ത് M25 എന്ത് M20? ഇനി ആരടുത്തെങ്കിലും ചോദിച്ചിട്ട് തന്നെ വളരെ വ്യക്തമായിട്ട് ഒരു ബാഗ് സിമന്റിന് ഇത്ര അഗ്രിഗേറ്റ് ഇത്ര എം സാൻഡ് എന്ന് പഠിച്ചു വെച്ചാൽ തന്നെ ഈ ഓണർ എത്ര നേരം നമ്മുടെ കൂടെ നിൽക്കും? ഇയാളെ പറ്റിക്കണമെങ്കിൽ ഈസി ആയിട്ട് പറ്റിക്കാം. അപ്പൊ ശരിക്കും അതിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീടാണ്, നമുക്ക് ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക. ഭാവിയിലേക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് കൺസ്ട്രക്ഷൻ കൊണ്ടുവന്നിട്ട് ചെയ്യുക. അല്ലാതെ ഒരിക്കലും റേറ്റ് കുറച്ച് പറയുന്ന ഒരാളെ കൊണ്ട് വർക്ക് ചെയ്യിക്കരുത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. അങ്ങനെ ഒരാള് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ സ്ട്രക്ചറൽ ഇഷ്യൂസ് വരും ഫ്യൂച്ചറിൽ ഉറപ്പായിട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നല്ല നല്ല എഞ്ചിനീയേഴ്സ് ഉണ്ട്, ആർക്കിടെക്ട്സ് ഉണ്ട്. പക്ഷെ ഇവരൊക്കെ ഉണ്ടെങ്കിലും നേരത്തെ ഇവിടെ പല പ്രാവശ്യം ഊന്നി പറഞ്ഞൊരു കാര്യമാണ്, ഡാം ഷോറിന്റെ പ്രോഡക്റ്റ് നല്ലതാണ്, പക്ഷെ എന്തുകൊണ്ട് ലോക്കൽ ഷോപ്പിൽ ഇത് വിൽക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ വിറ്റിരുന്നെങ്കിൽ ഇന്ന് ഡാം ഷോർ ഉണ്ടാവായിരുന്നില്ല. 100%. കാര്യം പണി അറിയാത്തവൻ ഇത് മേടിച്ചിട്ട് ചെയ്യും.
ആൾക്കാർക്ക് പ്രോഡക്റ്റ് ആണ് മോശം പറയുക. ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കിട്ടിയാലും നല്ലൊരു എലിവേഷൻ കിട്ടിയാലും എക്സ്പെർട്ട് ആയിട്ടുള്ള വർക്കേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ 100% അതിന് ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു വീട് ചെയ്യുന്ന ആള് അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് എടുക്കുന്ന ആളാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഒരല്പം ലാഭം കുറഞ്ഞാൽ ചെയ്യാം. പക്ഷേ ഒരിക്കലും ഒരു വർക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു മോശം ഒരു ബിൽഡിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാര്യം നമുക്ക് ഇതിനകത്ത് നിലനിൽപ്പില്ല. നമ്മൾ തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കിയാൽ ഈ പറഞ്ഞതുപോലെ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പരസ്യം. ആ ഒരു ഏരിയയിൽ ആ ഒരു റിലേഷനിൽ വേറൊരു ബിൽഡിങ്ങിന്റെ വർക്ക് പുറത്തു പോവില്ല 100%. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ട്രക്ചറൽ ഇഷ്യൂസ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ക്ലിയർ ആക്കാനുള്ള ഒരു സംവിധാനം ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിലേക്ക് വരുന്നത് നമുക്ക് ഒന്നുകിൽ ക്രാക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ലീക്കേജ്. കൂടുതലായിട്ട് അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ലാഭം നോക്കിയിട്ട് ഫൗണ്ടേഷനിൽ കാണിക്കുന്ന ചെറിയ ലാഭമാണ് നമുക്ക് പിന്നീട് അത് സെറ്റിൽമെന്റ് ഒക്കെ ആയിട്ട് വലിയ ക്രാക്കുകളിലേക്ക് പോകുന്നത്. അതാണ് നിലവിലൊരു സാഹചര്യം. യെസ്, താങ്ക് യു. ഞാൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് വലിയ സന്തോഷത്തോടെയാണ്. കാരണം മറ്റ് ഇൻഫ്ലുവൻസേഴ്സ് നമുക്കൊരു മറുപടി തരുന്ന പോലെ അല്ല പ്രിയപ്പെട്ട സുനീർ ഭായ് ഇവിടെ ഒരു മറുപടി തരുന്നത്. കാരണം ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് പുള്ളി എന്നുള്ളതാണ് വലിയ സന്തോഷം. താങ്ക് യു സുനീർ ഭായ്.